ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാം എല്ലാവർക്കും സുഖന്നെ? അൽഹംദുലില്ലാഹ് നമ്മളും സുഖമായിട്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഒരു ഫുൾ ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ റെസിപ്പീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള കറിയും മീൻ ഫ്രൈൻ്റെയും ഒക്കെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ പിന്നെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ആക്കാനായിട്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം എന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടെ മറക്കണ്ട കേട്ടോ. രാവിലത്തെ മോർണിംഗ് റൂട്ടീനും സ്കിൻ കെയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിതാ ഫ്രഷ് ആവലും എല്ലാം കഴിഞ്ഞിട്ട്. അപ്പം ഈ ഒരു നൈറ്റ് ഞാൻ കാണിക്കാൻ കാരണം എന്താണെന്നറിയോ? ഞാനിപ്പം കുറേ ഒരു വ്ളോഗിൽ, അതായത് ഒരു 3-4 വ്ളോഗിലൊക്കെ ഒരു 4-5 നൈറ്റ് ഇതുപോലത്തെ ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത്, ഇങ്ങനെ സ്ലീവിൽ ഇങ്ങനെ വർക്ക് വന്നതെല്ലാം. അപ്പം 2-3 ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടുന്നാ എടുത്തതെന്നെല്ലാം. ഇത് ഞാൻ എടുത്തതോ വാങ്ങിച്ചതോ ഒന്നല്ല, ഇതെൻ്റെ ഉമ്മാൻ്റെതാണ് കേട്ടോ. എൻ്റെ ഉമ്മാനെ അറിയുന്നവർക്കറിയാം കേട്ടോ. എന്നുവെച്ചാൽ ഉമ്മ ഭയങ്കര പ്രൗഡിലാണ് നടക്കൽ. നല്ല അടിപൊളി ഇങ്ങനെ നെയ്റ്റെല്ലാം ഇട്ട് അതിനനുസരിച്ചുള്ള ഷോളെല്ലാം വെച്ച് അങ്ങനെ കേട്ടോ ഉമ്മ. ഇപ്പം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരികയെന്നുണ്ടെങ്കിലും നാട്ടിലൊക്കെ ഇപ്പോൾ ഏതെങ്കിലും കല്യാണമൊക്കെ നടക്കുകയെന്നുണ്ടെങ്കിലും ഉമ്മ ഇതുപോലത്തെ നെയ്റ്റെല്ലാം ഇട്ട് അതിനനുസരിച്ചുള്ള ഷോളെല്ലാം എടുത്ത് അങ്ങനെ കേട്ടോ ഉമ്മ നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് കുറേ നെയ്റ്റുകളും കുറേ ഉണ്ടായിരുന്നു. കുറേ നമ്മൾ പുറത്തേക്കെല്ലാം കൊടുത്ത്, പിന്നെ നമ്മൾ 6 ആൾക്കാർ, അതായത് 3 മക്കളും ഉണ്ട്, അതായത് പെൺകുട്ടികളായിട്ട് 3 പെൺകുട്ടികളും പിന്നെ മരുക്കൾ 3 ആൾ, അങ്ങനെ 6 പേരുണ്ട്. ഞങ്ങൾ 6 പേരും അബായ അതുപോലെ തന്നെ നെയ്റ്റി അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഷെയറാക്കി. പിന്നെ ഉമ്മാൻ്റെ അനിയത്തിയുണ്ട്. എല്ലാവരും ഒക്കെ ഓർമ്മക്കായിട്ട് എല്ലാവരും അങ്ങനെ ഓരോന്നോരോന്നെടുത്ത്. പിന്നെന്താ വല്യമ്മാൻ്റെ ഒരു അനിയത്തിയുണ്ട്. അപ്പം അവർക്കൊക്കെ ഓർമ്മക്കായിട്ട് ഉമ്മ അത്ര യൂസാക്കിയിട്ടൊന്നുമില്ല. ഉമ്മാക്ക് വെച്ചാൽ ഉമ്മ ദുബായിക്ക് വരുമ്പോൾ ഉമ്മ ഇവിടുന്ന് കുറച്ച് നെയ്റ്റെല്ലാം കൊണ്ടുപോകും. അത് അവിടുന്ന് സ്റ്റിച്ചാക്കും. അവിടെ ഉണ്ട് നാരായണ ഏട്ടന്, അവരെടുത്ത് നാട്ടിൽ സ്റ്റിച്ചാക്കൽ ഉമ്മക്ക് നല്ല രീതിയിൽ അവർ സ്റ്റിച്ചാക്കിയിട്ട് അവിടുന്ന് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഉമ്മ അങ്ങനെ സൂക്ഷിച്ചിട്ട് വെച്ചിന് കുറച്ച് നെയ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് 2-3 ഞാൻ എടുത്ത്, പിന്നെ ഞാൻ പറഞ്ഞല്ലേ അങ്ങനെ എല്ലാവർക്കും കൊടുത്തു. പിന്നെ 2-3 നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉമ്മാൻ്റെ അടുത്തേക്ക് തന്നെ സഹായത്തിനായിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവർക്കെല്ലാം അങ്ങനെ എല്ലാ സാധനവും അങ്ങനെയൊക്കെ ഉമ്മാൻ്റെ കൊടുത്തിട്ട് അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെച്ചിട്ട് ചെയ്യുക. പിന്നെ എല്ലാവരും ഞാൻ പറഞ്ഞല്ലേ ഓർമ്മക്കായിട്ട് എല്ലാവരും അങ്ങനെ എടുത്ത്. അപ്പോൾ അതുകൊണ്ടാട്ടോ ആ നൈറ്റി. ഇനിയിപ്പോൾ നമ്മളൊക്കെ ഞാൻ പറയില്ലേ, എൻ്റെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും പോയാലും, ഞങ്ങൾ പെൺകുട്ടികൾ പോയാലും ഇപ്പം മരക്കൾ എല്ലാവരും ഉമ്മാൻ്റെ നൈറ്റി ഇടൂട്ടോ രാത്രി ആയാൽ. എന്നിട്ട് എൻ്റെ ഉപ്പ പറയല എത്ര സൂറ എന്ന് പറയല, അതായത് സുഹറ എന്നാണ് എൻ്റെ ഉമ്മാൻ്റെ പേര്, എത്ര സുഹറാണ് കിച്ചണിൽ എന്ന് പറയല. അങ്ങനെ ഒരു സുഖമാണ് ഉമ്മമാരത്തിനേറ്റ് ഇടുമ്പം ഒരു സുഖം തന്നെ. ഞാൻ നാട്ടിലെ വ്ളോഗെല്ലാം ചെയ്ത ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് എൻ്റെ ഉമ്മാൻ്റെതാണെന്നെല്ലാം പറയലുണ്ട്. അത് ഇട്ട് നടക്കുമ്പോൾ നാട്ടിലെ ചൂടും കാര്യങ്ങളൊക്കെ ആകുമ്പം അത് വേഗം കിട്ടുന്നതും അത് തന്നെ ഉമ്മാൻ്റെത്. അതെടുത്തിട്ട് ഇടുമ്പോൾ വല്ലാത്തൊരു സുഖം തന്നെയെന്ന്. പിന്നെ എൻ്റെ ഉമ്മാക്കില്ലേ ആരിട്ടാലും അങ്ങനെയൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇപ്പം നല്ല ഇഷ്ടമായതായാലും ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് കൊടുക്കും കേട്ടോ. അതങ്ങനെയാണ് ഉമ്മ. നൈറ്റ് ആയാലും ഷോളൊക്കെ ആയാൽ ഉമ്മാൻ്റെ അടുത്ത് കുറേ ഇങ്ങനെ കോട്ടൻ്റെ എല്ലാം ഉണ്ടാവും. അപ്പം ആരെങ്കിലും ചോദിച്ചാൽ അപ്പം ഉമ്മ അത് കൊടുക്കും കേട്ടോ, അവർക്ക് കൊടുക്കും. അങ്ങനെ ആയിരുന്നു എൻ്റെ പൊന്നുമ്മ. പഠിച്ചവനെ ആയുസ് കൊടുത്തില്ല. എല്ലാവരും ദുആ ചെയ്യാം. പിന്നെ രാവിലെ ഞാൻ മുന്തിരി വെള്ളത്തിലിട്ടിട്ടും പിന്നെ ബദാം വെള്ളത്തിലിട്ടിട്ടും വെക്കലുണ്ട് രാത്രി കേട്ടോ. അപ്പം അത് കുടിച്ച് പിന്നെ കുറച്ച് വെള്ളമെല്ലാം കുടിച്ച് അങ്ങനെയെല്ലാം കുറച്ച് നേരം ടൈം ഇരുന്ന് ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഉച്ചക്കത്തെ എന്തെങ്കിലും സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ചിട്ട്, അതായത് സാധാ ചോറും കറിയൊക്കെ സ്പെഷ്യലായിട്ട് അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ വെള്ളരിയും പിന്നെ വഴുതളങ്ങ അതെല്ലാം വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് വെക്കലാന്ന്. പിന്നെ മീനും മത്തി ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ, അപ്പം അതും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറി വെക്കാനുള്ള തേങ്ങ അങ്ങനത്തെ എല്ലാം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ബീട്രൂട്ട്, ക്യാരറ്റ്, ആപ്പിൾ ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ടില്ലേ തൈരിട്ടിട്ട് അങ്ങനെ കഴിക്കലാന്നിട്ടാ. എന്നും ചിലപ്പോൾ കഴിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉച്ചക്കായിരിക്കും ഇത് കഴിക്കൽ. അതായത് ചോറ്
കുറച്ചെടുത്തിട്ട്, അതായത് ഒരു കോഴിൻ്റെ പകുതി എടുത്തിട്ട് ഇത് കൂടുതലെടുക്കും. എന്നിട്ട് ഞാൻ കറിയോ മീനോ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കലാന്ന് കേട്ടോ. അപ്പോൾ റൈസ് കുറച്ച് കുറയും. ഇപ്പം നോമ്പ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ റൊട്ടീനായിട്ട് ഇങ്ങനെ വരുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ വരുന്നുള്ളൂ, എല്ലാം ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ. പിന്നെ ഈ വെള്ളപ്പയറില്ലേ, ഇത് ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തലേന്ന്, ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേന്ന്. അപ്പം ഞാൻ കുറച്ചെടുത്തിട്ട് അത് മുളക്കാനും വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മുള വന്നിട്ടുണ്ട്. ഇനി അത് നേരെ ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് രാത്രിക്കൊക്കെ അതൊന്ന് വേവിച്ചിട്ട് കഴിക്കും അങ്ങനെയൊക്കെ. പിന്നെ അതാ ബീട്രൂട്ടും, പിന്നെ ഒരു ബീട്രൂട്ട് ചെറിയ പീസ്, അതായത് ഒരു ബീട്രൂട്ടിൽ 4 ഭാഗമാക്കിയിട്ട് അതിലൊരു ഭാഗമായിട്ട് എടുക്കുള്ളൂ. ബീട്രൂട്ട് എന്നും കൂടുതൽ കഴിക്കാനൊന്നും പാടില്ല, ചെറിയ പീസേ കഴിക്കാൻ പാടുള്ളൂ. പിന്നെ ഒരു ആപ്പിളിൻ്റെ പകുതി, പിന്നെ ക്യാരറ്റ് പിന്നെ കുഴപ്പമില്ല കേട്ടോ, കുറച്ച് ഒന്നായാലൊന്നും കുഴപ്പമില്ല. ഞാൻ ചെറുത് ഒന്നെടുത്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാം തൊലി കളഞ്ഞിട്ട് ചോപ്പറിൽ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് നല്ലോണം എടുക്കും. ഈ ABC ജ്യൂസില്ലേ, അത് കുടിക്കണം, ജ്യൂസ് അടിക്കണക്കാട്ടി ഏറ്റവും നല്ലത് ഇതുപോലെ കഴിക്കുന്നതാണ് കേട്ടോ. പിന്നെ ABC ജ്യൂസിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയുന്നതല്ലേ, അപ്പം ഞാൻ ജ്യൂസ് അടിക്കലില്ല, ഞാൻ ഇതുപോലെ അങ്ങനെ കഴിക്കലാന്ന്. തൈര് ഇട്ടിട്ട് ഞാൻ കാണിക്കട്ടോ. പിന്നെ അതിന് 3 മുട്ട അങ്ങനെ പുഴുങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്, അപ്പം ഞാൻ എയർ ഫെയറിലില്ലേ റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എയർ ഫെയറിൽ മുട്ട വേവിക്കാന്നുള്ള, അപ്പോൾ ഒരു 10 മിനിറ്റ് 120 ഡിഗ്രിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അപ്പം മാത്രം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറും 10 മിനിറ്റിൽ 120 ഡിഗ്രിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ സാധാരണ വേവിച്ചെടുക്കുന്നില്ലേ, അതുപോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. തൊലി കളയാനും ഒക്കെ ഈസിയാണ് കേട്ടോ. നല്ല സിമ്പിളായിട്ട് തന്നെ തൊലിയെല്ലാം കളയുക. അത് ചൂടാറി കഴിഞ്ഞാൽ അത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ കണ്ടപ്പം അങ്ങനെ ചെയ്ത് നോക്കിയാന്ന്. ചിലർ 15 മിനിറ്റ് എന്ന് പറയുന്നുണ്ട്, ഞാൻ 10 മിനിറ്റിൽ 120 ഡിഗ്രി വെച്ചതാണ്. അപ്പോൾ അത് ഓഫായി. പിന്നെ വെള്ളത്തിൽ 2-3 മിനിറ്റ് ഇട്ട് വെച്ച് അപ്പം റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ ഞാൻ ഓയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബോട്ടിൽ, അതെല്ലാം ഫില്ലാക്കി വെച്ച്. അരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഫില്ലാക്കി വെച്ച്. അതിൻ്റെ ഇടയിൽ അതെല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ പറയുന്നില്ല എന്നുള്ളൂ. ഇന്ന് ഞാൻ വെള്ളരി കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളെ മലപ്പുറം സാധാരണ ഉണ്ടാക്കലില്ലേ, മലപ്പുറം പുളിയെല്ലാം ഒഴിച്ചിട്ടുള്ള ആ ഒരു കറിയല്ല കേട്ടോ. ഇത് മംഗലാപുരം സ്പെഷ്യലായിട്ടുള്ള ഒരു കറിയാണ്. ഇത് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫാദുനെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് നമ്മൾ ഷോപ്പിൽ പോയാൽ വെള്ളരി ഓഫർ ഉണ്ട്, ഇതിന് വെള്ളരി എടുത്താൽ ഇതേപോലെ തന്നെ കേട്ടോ കൂടുതലും കറി വെക്കൽ. പിന്നെ നമ്മൾ മലപ്പുറം സ്റ്റൈലിലുള്ള ആ ഒരു കറി ഫാദുന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചോറ് ഞാൻ വേഗം അരിയിട്ട് തിളച്ചതിന് ശേഷം ഞാൻ ഹോട്ട് ബോക്സിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചോറ് പെട്ടെന്ന് മറക്കും കേട്ടോ. പിന്നെ കറിയില്ല, അതിൻ്റെ ശേഷം ഓർമ്മ വരൽ. അപ്പോൾ പിന്നെ പെട്ടെന്ന് റെഡി ആവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കിച്ചണിക്ക് വന്ന പാടന്നെ റൈസ് വേഗം തിളപ്പിച്ചിട്ട് ഹോട്ട് ബോക്സിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കറി വെക്കുന്നതിന് മുന്നേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കുറേ സബ്സ്ക്രൈബേഴ്സ് എല്ലാം വന്നല്ലേ, അപ്പം അവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയാം. വെള്ളരി ഇതുപോലെ കുറച്ച് വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യുക. പിന്നെ അതിലേക്ക് പരിപ്പ് ഒരു 1/2 കപ്പ് മതി കേട്ടോ. കുറച്ച് പരിപ്പ് മതി, 1/2 കപ്പും വേണ്ട, അതിൻ്റെ പകുതി മതി. കുറച്ച് പരിപ്പ് എടുത്താൽ മതി കേട്ടോ. പിന്നെ വെള്ളരി ചെറിയൊരു വെള്ളരി ആയതുകൊണ്ട് അത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ഉള്ളി, ഒരു തക്കാളി കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പും, പിന്നെ ഇത് മുങ്ങിക്കെടുക്കാനുള്ള, അതായത് വെള്ളരി വേവാനുള്ള, പരിപ്പും വേവാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് കിച്ചണ് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അപ്പം ക്ലീൻ ആക്കുമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ കുറേ പാത്രങ്ങളൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്ലീനിങ്ങും അതെല്ലാം കഴിഞ്ഞ് അപ്പോഴേക്കും 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളെ എഗ്ഗ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ചൂടോട് കൂടി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സാധാരണ ചൂടാറിയതിന് ശേഷം തൊലി കളഞ്ഞാൽ മതി കേട്ടോ. നമ്മൾ ബോയിൽ ചെയ്തിട്ട് എടുക്കുന്നില്ലേ, അതേപോലെ തന്നെ. പക്ഷേ ഈ ഒരു എയർ ഫെയറിൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലേ ചെയ്യാമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ ഉണ്ടാവുന്നൊരു ഐഡിയ കിട്ടി. നമ്മൾ ചെയ്യുമ്പോഴല്ല അത് അറിയുന്നത്, പക്ഷേ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെയ്യണം. കാര്യം നമ്മൾ രാത്രിയൊക്കെ അല്ലേ ചിലപ്പം TV എല്ലാം കണ്ടിരിക്കുമ്പം മുട്ട വേവിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഉള്ളി ചെറുതാക്കിയിട്ട് മല്ലിയില പൊടിയാക്കി കട്ട് ചെയ്തിട്ടെല്ലാം അതിൻ്റെ മുകളിലിട്ടിട്ട് അങ്ങനെയൊക്കെ കഴിക്കലുണ്ട് കേട്ടോ. രാത്രി ഇതേപോലെ ബോയിൽ ചെയ്തിട്ടും പിന്നെ ഫ്രൈ ആക്കിയിട്ടും ഒക്കെ കഴിക്കലുണ്ട്. പിന്നെ ഇതുപോലെ ബോയിൽ ചെയ്തിട്ട് എടുക്കാനുള്ള മടിയുണ്ട് ഞാൻ എന്താക്കും, വെള്ളത്തിലിടണം, അത് അതിൻ്റെ കൂടെ തന്നെ നിൽക്കണമല്ലോ. അപ്പം ചിലപ്പം മറക്കും TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ.
അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ബോയിൽ ചെയ്തിട്ട് കേൾക്കാൻ ഭയങ്കര മടിയാണ്. ഇനിയിപ്പം എയർ ഫെയറിൽ ഇങ്ങനെ ആയതുകൊണ്ട് ടൈമിങ് വെച്ചെടുത്താൽ മതിയല്ലോ, അപ്പോൾ സൗണ്ട് വരുമല്ലോ. അപ്പോൾ ഞാൻ ഫാദുവിൻ്റെ അടുത്ത് പറയാന്നിട്ടാ ഇത് കഴിക്കുമ്പോൾ ഫാദു ഇത് ഇങ്ങനെ ആക്കിയത് എയർ ഫെയറിലാക്കിയതെന്ന് പറയാമെന്ന്. അപ്പോൾ ഇനിയിപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇടയ്ക്ക് നിങ്ങൾ പൂതി പറയലില്ല, അപ്പോൾ എനിക്ക് മടിയാവലുണ്ട്. ഇനിയിപ്പം ഞാൻ എയർ ഫെയറിൽ തന്നെ ആക്കി തരുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ആക്കി തരുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എൻ്റെത് എബിസിയും ഫാദുവിൻ്റെത് എഗ്ഗും കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ വെള്ളം എന്തെങ്കിലും കുടിക്കും, അതന്നെ വയറ് ഫില്ലാവും കേട്ടോ. പിന്നെ ചിലപ്പോൾ ഹെൽത്ത് മിക്സ് പൗഡർ അങ്ങനെ മിക്സ് ആക്കിയിട്ട് ചിലപ്പോൾ റാഗി, എന്നും ഇതൊന്നും ആവില്ല കേട്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ കഴിക്കലാന്ന്. പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞ് പിന്നെ വിൻഡോൻ്റെ അവിടെ ഒരു പ്രാവ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിലിങ്ങനെ കാണിച്ചു കൊടുത്ത് ചിലപ്പം അതിന് ചെറുപയർ അതെല്ലാം ഇട്ടു, ചിലപ്പോൾ അത് കഴിക്കും. പിന്നെ അവിടെ അത്ര സ്പേസ് ഇല്ല കേട്ടോ ഇട്ടെടുക്കാനുള്ള, അപ്പോൾ ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ അങ്ങനെ കാറ്റെല്ലാം വന്നിട്ട് അങ്ങനെ പോവലാന്ന്. പിന്നെ ഇന്ന് വൈതളങ്ങല്ലേ അതാണ് കേട്ടോ ഇന്ന് ഉപ്പേരി, അതായത് വറവാക്കുന്നത്. പിന്നെ മീനിതാ മത്തി ഒരു 4-5 എടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ ചെറിയ ചെറിയ ബോക്സിലാക്കിയിട്ട് വെക്കലാട്ടോ. കുറച്ച് കൂടുതൽ 1 കിലോ 2 കിലോനെല്ലാം കൊടുത്താലും ഒരു 6 അങ്ങനെ ഓരോരോ ബോക്സിലാക്കി വെക്കലാണ്. എന്നാൽ പിന്നെ നമുക്ക് ആ ഒരു ബോക്സ് മാത്രം എടുത്താൽ പുറത്തേക്ക് വെച്ചാൽ മതിയല്ലോ തണുപ്പ് പോവാൻ. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെക്കലാണ് കേട്ടോ. അപ്പോൾ ഫ്രഷ് പോലെ ഉണ്ടാവും. ഇനിയിപ്പം ഒരു 2 ആഴ്ച കഴിഞ്ഞാലും കുഴപ്പമുണ്ടാവില്ല, അത് വെള്ളം ഒഴിച്ച് വെച്ചാൽ നല്ല ഫ്രഷ് പോലെ തന്നെ ഉണ്ടാവും. പിന്നെ മീൻ പൊരിക്കാനും അരച്ച മസാല ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ അതിൻ്റെ മുന്നത്തെ വ്ളോഗിലായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുണ്ടായിരുന്നു, അപ്പം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം തീർന്ന് ഇനി അടുത്തത് മസാല അരച്ചിട്ട് വെക്കണം കേട്ടോ. പിന്നെ അപ്പോൾ അതെടുത്തിട്ട് മസാല കുറച്ച് ഉപ്പിട്ടിട്ട് ആ ഒരു മസാല മാത്രം ഇട്ടെടുത്താൽ മതി. പറ്റിയിട്ട് മത്തിയവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ 1/2 ടീസ്പൂൺ ഉലുവയും പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയാൽ മതി. എന്നിട്ട് ഇതാ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു 1.5 തേങ്ങ ഉണ്ടാവും, അത് കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 വറ്റൽമുളക്, പിന്നെ 1 ടേബിൾ സ്പൂണ് പച്ചമല്ലി, പിന്നെ അതുപോലെ തന്നെ നമ്മൾ വറുത്തെടുത്തില്ല ചെറിയ ജീരകം, അതുപോലെ തന്നെ ഉലുവയും കൂടെ അതും വറുത്ത് ചൂടാറിയതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് നല്ല സ്മൂത്താക്കിയിട്ട് അരക്കണം കേട്ടോ. നല്ലോണം അരയണം, നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. പിന്നെ അതാ മീൻ്റെ മസാലൻ്റെ കുറച്ച് ബാക്കി ഒരു മീൻ്റെ മസാല ഫ്രിഡ്ജിൽ വെച്ച് അതിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിതാ 1 കൈപ്പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ തേങ്ങ ഇത്രയും ഇടുന്നത് നല്ലതാണ്. ഇപ്പോൾ അവിടെ തേങ്ങക്കെല്ലാം വില കൂടിയതുകൊണ്ട് എല്ലാത്തിനും കുറച്ച് തന്നെ കേട്ടോ യൂസ് ആക്കുന്നുള്ളൂ. അപ്പം അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അരച്ച മസാലൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടെങ്കിൽ നല്ല രസമാണ്, അതിൽ പുളിയും ഒക്കെ ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൽ തന്നെ തേങ്ങ ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കയ്യേറ്റ് നിരമ്പിയെടുത്തിട്ടുണ്ട്. ഇനിതാ ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് കടുക് ഇട്ടെടുത്ത് അത് പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി ഒന്ന് ഇട്ടെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചതച്ചാണ്ട് കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഉള്ളിൻ്റെ പകുതി സ്ലൈസാക്കി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതാ ഇതിലേക്ക് വഴുതളങ്ങ കണ്ടാക്കിയിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയും പിന്നെ മുളകിൻ്റെ മസാലയിൽ അതിൽ വെച്ച അതും ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെള്ളരിയും പരിപ്പും കൂടെ വേവിക്കാൻ വെച്ചില്ല, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. പിന്നെ അതാ മീൻ ഫ്രൈ ആക്കാൻ പോലാന്ന്. ഈ ഒരു തവ ഞാൻ ട്രെൻഡുകളിൽ നിന്ന് വാങ്ങിച്ചത് അതിൻ്റെ സെറ്റാണ് കേട്ടോ. ഞാൻ മുന്നേ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഇതില്ല കേട്ടോ, സോൾഡ് ഔട്ടാണ്, ഇപ്പം ഇല്ല. അത് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പറയട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു കുക്ക് വെയറിൻ്റെ സെറ്റ്. ഇത് കാസ്റ്റ് അയൺഡാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റാണ് കേട്ടോ. മാത്രം നല്ല അടിപൊളി പാത്രമാണ്. ഞാൻ എനിക്കിഷ്ടമായതുകൊണ്ട് വൈറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, മീൻ ഫ്രൈ ആക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ അതാപ്പോഴേക്കും തേങ്ങ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വെള്ളരി വെന്തതിന് ശേഷം അതിലേക്ക് അരച്ച ഒരു അരവില്ലേ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മിക്സിൻ്റെ ജാറിൽ നമ്മൾ സാധാരണ കറിക്ക് എത്ര വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം കറി ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ലോണം ഒന്ന് തിളച്ചാൽ മാത്രം മതി.
കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ട് കൊടുക്കട്ടോ. പിന്നെ അത് വഴുതളങ്ങ വെന്തിട്ടുണ്ട്. അത് പിന്നെ പെട്ടെന്ന് വേവുമല്ലോ, പിന്നെ മൂടി വെച്ചാൽ പെട്ടെന്ന് തന്നെ വേവും കേട്ടോ. അപ്പം അതവിടെ ഒന്നും കൂടെ ആവാനുണ്ട്, അതുകൊണ്ട് ഒന്ന് ഇളക്കിയിട്ട് അതൊന്നും കൂടെ മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഫ്രൈ ആക്കുന്നുണ്ട് കേട്ടോ മത്തി. ഇതിങ്ങനെ ഫ്രൈ ആക്കാനല്ല കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നത്, റവയിൽ മുക്കിയിട്ട് ഫ്രൈ ആക്കാനാണ്. അപ്പോൾ ഞാൻ ഒന്ന് ഇട്ടിട്ട് ആദ്യം, പിന്നെയാണ് എനിക്ക് ഓർമ്മ ആയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് സാധാരണ ഫ്രൈ ആക്കും പോലെ ഫ്രൈ ആക്കുക, അങ്ങനെ ഇട്ടിട്ടായല്ലേ. ഇനി ബാക്കിയുള്ളത് ഇതാ ഞാൻ റവ ഒരു 3-4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതാ മത്തി എടുത്തിട്ട് ഇതാ മസാലയോട് കൂടി ഇതുപോലെ കോട്ട് ചെയ്തെടുക്കട്ടെ, റവ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ഫ്രൈ ആക്കട്ടെ. ഇത് ഭയങ്കര ടേസ്റ്റാണ് ഈ റവയിൽ ഇങ്ങനെ കോട്ടിങ് ആക്കിയിട്ട് ഫ്രൈ ആക്കുന്നത് കേട്ടോ മത്തി. അപ്പോൾ ഇതുപോലെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിനി മത്തി കിട്ടുമ്പം ഇതുപോലെ ആക്കിയിട്ട് നോക്കി, നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ മത്തി കഴിക്കാത്തവർ പോലും കഴിച്ചു പോകട്ടോ. ഇതുപോലെ ഫ്രൈ ആക്കിയാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ മത്തിയും ഇപ്പം റേറ്റെല്ലാം കൂടിയിട്ടാണ്. മത്തിക്കെല്ലാം പണ്ടെല്ലാം കുറച്ച് റേറ്റുള്ളൂ, ആർക്കും വേണ്ട. ഇനി ഇപ്പം മത്തി ഭയങ്കര വിറ്റാമിനെല്ലാം പറയുമ്പോൾ ഇപ്പം അതിനെല്ലാം നല്ലോണം റേറ്റാണ് കേട്ടോ. പക്ഷേ നല്ല നെയ്മത്തി കിട്ടുന്നുണ്ടെങ്കിൽ അതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കാസ്റ്റ് അയണിൻ്റെ പാനിലും നമ്മൾ ഫുഡും എന്തായാലും കുക്ക് വെയറിലെല്ലാം ഫുഡ് റെഡിയാക്കാന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ. തീ ഒരിക്കലും കൂട്ടിയേക്കാൻ പറ്റില്ല, ചെറിയ തീയിൽ. അത് ഭയങ്കര ചൂടാവും, ഭയങ്കര ഹീറ്റാവും അത് ആദ്യം തന്നെ. പിന്നെ തീ നല്ലോണം കുറച്ച് വെച്ച് സ്ലോ കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് ആവട്ടെ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ഇതുപോലെ ചട്ടിയിൽ അതുപോലെ തന്നെ കാസ്റ്റ് അയണിലെല്ലാം കുക്ക് ചെയ്തിട്ട് നമ്മൾ ഫുഡൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഹെൽത്തിനും നല്ലതാണ് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് റേറ്റ് കൊടുത്ത് വാങ്ങിച്ചാലും പിന്നെ നമ്മൾ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ ഓക്കെയാണ്. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലക്കൊക്കെ ഇപ്പോൾ റേറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മണത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. ഇനിയിപ്പം നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിലും ഞാൻ പറയൽ കറിവേപ്പിലയും തേങ്ങയാണ് കേട്ടോ. അതാണ് ഇവിടെ തേങ്ങക്കും കറിവേപ്പിലക്കും പച്ചമുളകിനും ഒക്കെ എല്ലാത്തിനും റേറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് മീനും ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു മീനിൻ്റെ ഫ്രൈ ഈ മത്തിയിൽ തന്നെ കേട്ടോ, നമ്മൾ റവ ഫ്രൈ മത്തിയിൽ തന്നെ ചെയ്തിട്ടുള്ളൂ. വേറെ വലിയ മീനൊന്നും നമുക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ. ഇത് കാസർഗോഡ് തന്നെ ബാബി ഉണ്ടാക്കുന്നത് കണ്ടിട്ട് അങ്ങനെ ഫാദറിൻ്റെ ബാബി ഉണ്ടായിരുന്നല്ലോ ദുബായിൽ. അപ്പം നമ്മൾ അവരെ റൂമിൽ പോകുമ്പോൾ ബാബി മത്തി ഇട്ട് എങ്ങനെ കേട്ടോ ഉണ്ടാക്കല്. അപ്പം എനിക്ക് മത്തി കിട്ടിയപ്പോൾ ഓർമ്മയപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഈ ഒരു വെള്ളരിക്കറി കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി നമ്മൾ ചോറ് കഴിക്കട്ടെ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതുപോലെ മത്തി ഫ്രൈയും അതുപോലെ തന്നെ ഈ ഒരു വെള്ളരിക്കറിയൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കാം. മംഗലാപുരം ആ ഭാഗത്തെല്ലാം ഉപ്പള ആ ഭാഗത്തെല്ലാം കുറേ ആൾക്കാരുണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷേ നമ്മളെ മലപ്പുറം ഭാഗത്ത് ഇതുപോലെ കറി നമ്മളെ വരിയിലൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക. മത്തിയും കിട്ടുമ്പോൾ തന്നെ ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിന് റെസിപ്പീസ് എല്ലാം എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കും, എന്തല്ലോ സ്വീറ്റിൻ്റെ റെസിപ്പിയും ഒക്കെ ചെയ്യാനൊക്കെ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കലുണ്ട് കേട്ടോ, ഇൻസ്റ്റയിലൊക്കെ ആയിട്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും വിരുന്നൊക്കെ ഉണ്ടാകുമ്പം അങ്ങനെ മധുരമൊക്കെ അങ്ങനെ ഉണ്ടാക്കൽ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാളും അങ്ങനെ മധുരമൊന്നും കഴിക്കലില്ല കേട്ടോ. എന്തെങ്കിലും ഉണ്ടാക്കിയാൽ കുറച്ചൊന്ന് ടേസ്റ്റ് നോക്കാമെന്നല്ലാതെ അങ്ങനെ കൂടുതൽ ഉണ്ടാക്കലില്ല. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് ഇനിതാ എൻ്റെ ബാൽക്കണിയിലെ അത് ഒന്ന് വാഷാക്കാനുണ്ട് കേട്ടോ. നല്ലോണം മഴ കഴിഞ്ഞതിന് ശേഷം ഞാനങ്ങനെ കഴുകിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം കഴുകാനും പൊടിയെല്ലാം പാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. ഇതെല്ലാന്നുണ്ടെങ്കിൽ ഒരു 1.5 ഞാൻ ക്ലീൻ ആക്കലുണ്ട് കേട്ടോ. ഇപ്പം കുറച്ച് ദിവസമൊക്കെ മഴ പിന്നെ അത് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. ആ ഭാഗത്തേക്ക് പോകലില്ല. ഇന്ന് ഞാൻ വിചാരിച്ച് ചോറ് വെച്ച് കഴിഞ്ഞിട്ട് ഇത് ക്ലീനിങ്ങിന് നിൽക്കണം എന്ന്. ചോറ് വെച്ച പാടല്ല, പിന്നെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആയതിൻ്റെ ശേഷമാണ് കേട്ടോ. പിന്നെ ഇവിടെ ചെറിയൊരു ടേബിളും 2 ചെയറും ഇട്ടിട്ടുണ്ട്.
അപ്പോൾ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ഇരിക്കലുണ്ട് കേട്ടോ. അപ്പം അതിലും എല്ലാ പൊടി വരുമ്പോൾ പിന്നെ എല്ലായിടത്തും പൊടി ആറില്ല. പിന്നെ എൻ്റെ ചെടി 2-3 ഐറ്റംസ് എല്ലാം ഉണ്ട്. 2 ഞാൻ കിച്ചണിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെച്ചിട്ട് പെട്ടെന്ന് കരിഞ്ഞ് പോവാന്ന്, അതായത് ഉണങ്ങി പോവാന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. കറ്റാറുവായ അങ്ങനത്തെ എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നനച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പം ഇവിടെ തണുപ്പല്ലേ ഇതുവരെ, ഇനിയിപ്പം തണുപ്പെല്ലാം പോയി ചൂടെല്ലാം ആകുമ്പം എല്ലാം കരിഞ്ഞു പോകട്ടെ. എത്ര നനച്ചു കൊടുത്താലും പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് വെക്കും കേട്ടോ. പുറത്തും വെക്കും, ഇടയ്ക്ക് ഉള്ളിലേക്കും വെക്കും അങ്ങനെ. പിന്നെ കുറേ പോയിട്ടുണ്ട്. പിന്നെ ദാ ബാൽക്കണി കണ്ടില്ല, നല്ലോണം പൊടി പാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഗ്ലാസ്സുമ്മലൊക്കെ കണ്ട നിറച്ച് പാറിയിട്ടുണ്ട്. എന്തെല്ലാം മഴ പെയ്യുമ്പോൾ എല്ലാം പിന്നെ മേലെ നിന്നെല്ലാം ഇങ്ങനെ എന്തോ പാറി തന്നിട്ടുണ്ട് കേട്ടോ. ഒരു വൈറ്റ് കളർ എന്തെന്ന് അറിയുന്നില്ല. അപ്പം അതും ഒക്കെ ഒന്ന് വെള്ളം അടിച്ചിട്ട് ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ അതാ ബാൽക്കണി ക്ലീനാക്കൽ കഴിഞ്ഞിട്ടാ. അത് ക്ലീനാക്കിയിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഒരു സമാധാനമാണ്. ഇനിയിപ്പം 2 ദിവസം കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ പൊടി ഉണ്ടാവും. ഞാൻ പിന്നെ ഒന്നരാടെ അങ്ങനെ ക്ലീനാക്കുമ്പോൾ വല്ലാതെ അങ്ങനെ ക്ലീനാക്കാനുണ്ടാവില്ല അങ്ങനെ. ഇനിയിപ്പോൾ അതാ ഹോളത്തെ ഇതേപോലെ തന്നെ അതിൻ്റെ വിൻഡോയിലും ഇതേപോലെ തന്നെ എന്തെല്ലാം പാറിയിട്ട് ഇങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ. മഴ പെയ്തുകൊണ്ടാണ് ഒരു വൈറ്റ് കളറൊക്കെ ഉണ്ട്. അതെന്താണെന്നറിയില്ല. അപ്പുറത്തെ മേലെന്ന് വെള്ളം ഇങ്ങനെ ശീതളടിക്കുമ്പോൾ വന്നതാണെന്ന് അറിയില്ല. അപ്പം ഞാൻ അതിനോട് പറഞ്ഞ് എൻ്റെ അടുത്ത് ഒരു പഴയ മോപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് വിൻഡോ എല്ലാം പുറത്തത്തെ നല്ലോണം ഇങ്ങനെ പൊടിയുണ്ട്, അപ്പോൾ അതൊന്ന് തുടച്ച് തന്നാളിന്ന് പറഞ്ഞപ്പം ഫാദുത. പക്ഷെ അത് ബെടക്കായിന് കേട്ടോ, അങ്ങനെ തിരിയുന്നൊന്നുമില്ല, അഡ്ജസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പം ഞാനത് അവിടെ തന്നെ വെച്ചതാണ്, കളഞ്ഞിട്ടില്ല. കാരണം ഇതുപോലെ ഗ്ലാസ്സൊക്കെ തുടച്ചെടുക്കാമല്ലോ പുറത്തെല്ലാം, വിൻഡോ ഇതെല്ലാം തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ വിൻഡോ ഒക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ രാത്രിയൊക്കെ നമ്മൾ കറിയും മീൻ ഫ്രൈയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദോശ ആക്കി. പിന്നെ പ്രത്യേകിച്ചിട്ട് പണിയൊന്നുമില്ലായിരുന്നു, പിന്നെ പുറത്തെല്ലാം പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെയുള്ളൂ. ഇൻഷാ അല്ലാ അടിപൊളി വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് വരട്ടോ. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു. അത് ആ സൈഡ് തുറക്കാൻ കഴിയുന്നില്ല അല്ലേ?